നമസ്കാരം. ഇറാന്റെ മിസൈൽ ആക്രമണം ഭയന്ന് യുദ്ധം നിർത്തി ട്രംപ്. ഇറാനെ ആക്രമിക്കാനില്ല എന്ന അമേരിക്കയുടെ വെളിപ്പെടുത്തൽ. ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയം തന്നെ, അല്ലാതെ എന്ത് പറയാൻ. അമേരിക്ക ഇറാനെ ആക്രമിക്കില്ല എന്ന് നിലപാട് മാറ്റാൻ കാരണം ഇറാന്റെ തിരിച്ചടി, അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഇതൊക്കെ തന്നെയാണ്. ഇറാൻ എന്ന രാജ്യത്തിന്റെയും ചങ്കൂറ്റമുള്ള ആ രാജ്യത്തിന്റെ സുപ്രീം ലീഡറുടെയും ആർജവത്തിന് മുന്നിൽ അമേരിക്ക എന്ന ലോകശക്തിയും ട്രംപ് എന്ന മാനസിക നില തെറ്റിയ ഭരണാധികാരിയും മുട്ടുമടക്കി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പ്രമുഖ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പിറകോട്ട് പോയി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ വാൾ സ്ട്രീറ്റ് ജേർണൽ നടത്തിയിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നും ഈ തിരിച്ചടി ചെറുക്കുവാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഇല്ലെന്നുമാണ് പിന്മാറ്റത്തിന് കാരണമായി പറയുന്നത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാൾ സ്ട്രീറ്റ് ജേർണലിനോട് വ്യക്തമാക്കിയതാണ് ഈ കാര്യങ്ങളൊക്കെ. നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള താഡ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും ചീവീടുകളെ പോലെ കൂട്ടത്തോടെ കടന്നാക്രമണം നടത്താൻ വരുന്ന ഡ്രോണുകളെയും ഫലപ്രദമായി തടയാൻ കഴിയുമോ എന്ന കാര്യത്തിലും അമേരിക്കൻ ഉന്നതർക്ക് സംശയമായി കഴിഞ്ഞു. ഇറാനെ ആക്രമിച്ചാൽ മേഖലയിൽ തമ്പടിച്ച എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മുതൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ താവളങ്ങൾക്കും എംബസികൾക്കും നേരെ വരെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് സൈനികാഭ്യാസങ്ങൾക്കും ഇറാൻ സൈന്യം തുടക്കമിട്ട് കഴിഞ്ഞു. മാത്രമല്ല, സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രായേലിനും അറബ് സഖ്യകക്ഷികൾക്കും മേഖലയിലെ ശരിയായ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. അതിനവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അമേരിക്കൻ ചേരിവിടാൻ നിർബന്ധിതരാകും. അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് എന്ന് പറയുമ്പോഴും ആ രാജ്യങ്ങളിലെ അറബ് അമേരിക്കൻ താവളങ്ങളും സംവിധാനങ്ങളും ആക്രമിക്കുമെന്നത് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, അമേരിക്കയ്ക്ക് പോലും അത്തരത്തിലൊരു സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. 6 മാസം മുമ്പ് നടന്ന ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ ലോകം അത് കണ്ടിട്ടുള്ളതുമാണ്. അന്ന് ഇസ്രായേൽ പതിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിൽ പതിക്കുവാനും അധിക സമയമൊന്നും വേണ്ടിവരികയില്ല. 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം ഇറാന്റെ മിസൈൽ ശേഷി വലിയ രൂപത്തിലാണ് മെച്ചപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക ബോംബിട്ടതിന്റെ മറുപടി അന്ന് ഖത്തറിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടാണ് ഇറാൻ നൽകിയത്. അമേരിക്കയുടെ ബോംബാക്രമണം അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഉണ്ടാകാതിരുന്നതിനാലാണ് മുൻകൂട്ടി അറിയിപ്പ് നൽകി പ്രതീകാത്മകമായിട്ട് തന്നെ ഇറാനും അതിനോടന്ന് പ്രതികരിച്ചിരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഖത്തറിലെ അൽ ഉദൈദ് അമേരിക്കൻ വ്യോമതാവളം തവിടുപൊടിയായി പോകുമായിരുന്നു. മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇറാന്റെ മിസൈൽ തടുക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയാതിരുന്നത് ലോകരാജ്യങ്ങളെയും അമ്പരപ്പച്ച സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അന്ന് ഇറാൻ നൽകിയ ഔദാര്യമൊന്നും ഇറാന്റെ പക്കൽ നിന്നും അമേരിക്ക എന്തായാലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അടിച്ചാൽ തിരിച്ചടിയും ഭയാനകം തന്നെയായിരിക്കും എന്നുള്ളതാണ്. ആക്രമണം നടത്തിയും നാവിക ഉപരോധത്തിലൂടെയും ഇറാനെ ദുർബലപ്പെടുത്താം എന്നത് എതിരാളികളുടെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്നാണ് ഇറാന്റെ സായുധ സേനാ മേധാവിയായിട്ടുള്ള മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി തുറന്നടിച്ചത്. ഭൂമിശാസ്ത്രപരമായും തന്ത്രപരമായും ഇറാനെ വളയുക അസാധ്യമാണ്. സൈനികരെ സന്ദർശിച്ച ശേഷം മേജർ ജനറലിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഇങ്ങനെ പറയാൻ കാരണം വളരെ കൃത്യമായി സൈന്യം സജ്ജമാണ് എന്നുള്ളതാണ്. 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കാണ് ഇറാന്റെ തന്ത്രം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ദ്രുതവും സുസ്ഥിരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ സൈനിക സിദ്ധാന്തം പരിഷ്കരിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത്. ഏതൊരു ആക്രമണത്തിനും ഇറാന്റെ പ്രതികരണം വേഗത്തിലും നിർണായകവുമായിരിക്കുമെന്നും അതൊരിക്കലും അമേരിക്കയ്ക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നും തന്നെയാണ് ഇറാന്റെ സൈനിക ജനറലിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത്. സംഘർഷം രൂക്ഷമാകുന്നത് ഏത് സാഹചര്യത്തിലും ഒരു അമേരിക്കക്കാരനും സുരക്ഷിതനായിരിക്കില്ല എന്ന വലിയ മുന്നറിയിപ്പ് ഇറാൻ ജനറൽ മൗസവി നൽകുകയാണ്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള നെറ്റ്വർക്കുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ പോലും ഇറാൻ ആക്റ്റീവാക്കി കഴിഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് എന്നുള്ളതാണ്. അതേസമയം സംഘർഷം ഉണ്ടായാൽ ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ അമേരിക്ക അവരുടെ സൈനിക താവളങ്ങളും എംബസികളും സ്ഥിതി ചെയ്യുന്ന ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിലവിൽ കൂടുതൽ താഡ് ബാറ്ററിയും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അയച്ചിട്ടുണ്ട് എങ്കിലും ഇത് എത്രമാത്രം ഫലപ്രദമാകും എന്ന ചോദ്യം അവിടെ നിന്ന് പോലും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ സൈന്യം പടപൊരുതുവാൻ ഇറങ്ങിയാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ആഘാതം ഏൽപ്പിക്കുവാൻ കഴിയുമെന്നത് സത്യമാണ്. ഇറാൻ ജനതയുടെ ആകെയുള്ള ആത്മവിശ്വാസവും അതാണ്. സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പിലും ഈ ആത്മവിശ്വാസം വലിയ രൂപത്തിൽ പ്രകടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ ഖമേനി ബങ്കറിൽ ഒളിച്ചു എന്ന് പരിഹസിച്ച പാശ്ചാത്യ മാധ്യമങ്ങളുടെയും
ഡൊണാൾഡ് ട്രംപിന്റെയും വായടപ്പിച്ച മാസ് മറുപടിയാണ് ആയിരങ്ങൾക്കിടയിലേക്ക് നിർഭയനായിട്ട് നടന്നു വന്ന് ഖമേനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഇറാനെ ആക്രമിച്ചാൽ അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന വലിയ യുദ്ധമായി മാറുമെന്നാണ് അമേരിക്കയ്ക്ക് ഖമേനി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നുള്ളതാണ്. അങ്ങനെ ഇറാനെ അമേരിക്ക വളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ട്രംപിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന പ്രതികരണമായിരുന്നു ഖമേനിയുടേത്. ട്രംപിന്റെ മുഖത്തേറ്റ അടി എന്ന് വേണമെങ്കിലും ഖമേനിയുടെ ഈ മുന്നറിയിപ്പിനെ വിലയിരുത്താവുന്നതാണ്. ഇറാനെ അമേരിക്കയല്ല, അമേരിക്കൻ സംവിധാനങ്ങൾ ഇറാനാണ് യഥാർത്ഥത്തിൽ വളഞ്ഞിരിക്കുന്നതെന്നാണ് ഇറാൻ സൈനിക നേതൃത്വവും ട്രംപിനെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നതാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, അതല്ല ചർച്ചയെങ്കിൽ ചർച്ച. എന്താണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതാണ് നടക്കുക. ഏതിനും ഇറാൻ റെഡിയാണ്, രണ്ടിനും തങ്ങൾ റെഡിയാണ് എന്നതാണ് നിലപാട്. അതേസമയം രാജ്യത്തിന്റെ അഭിമാനവും സുരക്ഷയും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു നിലപാടും ഒരു ചർച്ചയിലും സ്വീകരിക്കില്ല എന്നുള്ള മറുപടി തന്നെയാണ് ഇറാൻ നേതൃത്വം മധ്യസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ ഇല്ല എന്നർത്ഥം. ഖമേനിയുടെ മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ എല്ലാവരും കരുതിയിരുന്നത് ട്രംപ് ഇറാനെ ആക്രമിക്കുവാൻ നിർദ്ദേശം നൽകുമെന്നായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഖമേനിയുടെ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും നയതന്ത്രത്തിനുള്ള വാതിൽ തുറന്നിട്ടുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു കരാറിലെത്തിയില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ചർച്ച നടത്തിയ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവനായിട്ടുള്ള അലി ലാരിജാനിയും അമേരിക്കൻ പ്രതിനിധി ചർച്ചയ്ക്കായിട്ട് സമീപിച്ച കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രതിനിധി ചർച്ചയ്ക്കായിട്ട് സമീപിച്ച കാര്യമാണ് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാൻ ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കില്ല എന്നും ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ പിന്നെ തിരിച്ചടിക്കാതെ വേറെ വഴിയില്ല എന്നുമാണ് അവരുടെ വാദം. ഇതാണ് അദ്ദേഹം പുടിനെ അറിയിച്ചിരിക്കുന്നത്. പരമാധികാരം സംരക്ഷിക്കുവാനുള്ള ഇറാന്റെ അവകാശത്തെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുമെന്നാണ് റഷ്യ അടക്കം ഇറാന് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, US-ഉമായുള്ള ആണവ ചർച്ചകളിലേക്ക് ഇറാൻ കടക്കുന്നതിനിടയിൽ രാജ്യത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി US-ന്റെ ഭീഷണിക്ക് ഇറാൻ വഴങ്ങില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആണവ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ വിട്ടു നൽകില്ല എന്നും ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്തു വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള സമവായത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വലിയ വിലയിരുത്തലാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അപ്പോൾ US-ഉമായിട്ട് ആണവ ചർച്ച നടക്കുകയാണെങ്കിൽ ഇക്കാര്യം മുൻനിർത്തിയുള്ള നിലപാടാകും ഇറാൻ സ്വീകരിക്കുക. യുറേനിയത്തിന്റെ കാര്യത്തിൽ ഇറാൻ നിലപാട് കടുപ്പിച്ചതോടുകൂടി ആണവ ചർച്ച തുടങ്ങും മുന്നേ തന്നെ പ്രതിസന്ധിയിലാകുമോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെ വല്ലാതെ ഭയക്കുന്നുണ്ട് അമേരിക്ക. ട്രംപിന് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മണ്ടൻ തീരുമാനവുമായിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു മണ്ടൻ, ഒരു മാനസിക നില തെറ്റിയ ഭരണാധികാരിയായിട്ട് മാത്രമേ നമുക്ക് ട്രംപിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണം ഭയന്നുകൊണ്ട് തന്നെ യുദ്ധം നിർത്തി ട്രംപ് തിരിഞ്ഞോടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാനില്ല എന്ന് അമേരിക്ക അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.